ഹായ് സ്റ്റുഡൻസ്, ഈ വീഡിയോയിലൂടെ ഞാൻ ബാങ്കിങ് ട്രാൻസാക്ഷൻ്റെ ജേർണൽ എൻട്രിയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. വെറും ബാങ്കിങ് ട്രാൻസാക്ഷൻ മാത്രം, ബാങ്കുമായിട്ടുള്ള ഇടപാട്, അതാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ട്രാൻസാക്ഷൻ നോക്കാം. ക്യാഷ് ഡെപ്പോസിറ്റിൻ്റെ പൈസ ഡെപ്പോസിറ്റ് ചെയ്തു. ഇവിടത്തേക്കാണ് ഡെപ്പോസിറ്റ് ചെയ്തത് ബാങ്കിലേക്ക്. അപ്പോൾ ഇവിടെ വരുന്ന രണ്ട് അക്കൗണ്ടുകൾ ഏതായിരിക്കും? ഒന്ന് ക്യാഷും ഒന്ന് ബാങ്കും. അപ്പം ബാങ്കിനാണ് പൈസ കിട്ടിയത്, ഡെബിറ്റ് ദ റിസീവർ. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ, ബാങ്കിന് പൈസ കിട്ടി. ബിസിനസ്സിൽ നിന്ന് പോയത് എന്താണ്? ക്യാഷ്. ബിസിനസ് ക്രെഡിറ്റ് വോട്ട് ഗോസ് ഔട്ട്. ബിസിനസ്സിൽ നിന്ന് പോകുന്നത് ക്രെഡിറ്റ് ചെയ്യുക, ഏത് വ്യക്തിക്കാണോ കിട്ടിയത് അത് ഡെബിറ്റ് ചെയ്യുക. ദെൻ ക്യാഷ് വിത്ഡ്രോൺ. ക്യാഷ് വിത്ഡ്രോൺ എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടി ബാങ്കിൽ നിന്ന് പൈസ പിൻവലിച്ചു. അപ്പം ബിസിനസ്സിലേക്ക് എന്താണ് വന്നത്? ക്യാഷ് വന്നു. അപ്പം ബിസിനസ്സിലേക്ക് വന്നാൽ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ, ക്യാഷ് ഡെബിറ്റ് ചെയ്യുക. ബിസിനസ്സിലേക്ക് വരുന്നത് ആരാണ് കൊടുത്തത്? ബാങ്കാണ് കൊടുത്തത്. അപ്പം ബാങ്ക് ഗിവർ ടു ബാങ്ക്, അതായത് ബാങ്ക് പേഴ്സണൽ അക്കൗണ്ടാണ്. പേഴ്സണൽ അക്കൗണ്ടിൻ്റെ റോൾ ക്രെഡിറ്റ് ദ ഗിവർ. നെക്സ്റ്റ് ക്യാഷ് വിത്ഡ്രോൺ ബൈ പ്രൊപ്പറൈറ്റർ ഫ്രം ബാങ്ക് ഫോർ പേഴ്സണൽ യൂസ്. ഇവിടെ പേഴ്സണൽ യൂസ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതായത് ബിസിനസ്സിൻ്റെ ആവശ്യത്തിനല്ല. പ്രൊപ്പറൈറ്റർ എന്ന് പറഞ്ഞാൽ ബിസിനസ് നടത്തി കൊണ്ടുപോകുന്ന വ്യക്തി. ആ വ്യക്തി അയാളുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട്, ബിസിനസ്സിന് വേണ്ടിയിട്ടല്ല, പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് പൈസ ബാങ്കിൽ നിന്ന് പിൻവലിച്ചു. അപ്പം പൈസ ബാങ്കിൽ നിന്ന് പിൻവലിക്കുമ്പോൾ ബാങ്ക് ഒരു അക്കൗണ്ട് ആയിരിക്കും. ക്യാഷാണ് പിൻവലിച്ചത്. പക്ഷേ പിൻവലിച്ചത് ബിസിനസ് ആവശ്യത്തിനല്ലാത്തത് കൊണ്ട് പ്രൊപ്പറൈറ്ററുടെ പേരാണ് ഇവിടെ വേണ്ടത്. പക്ഷേ പ്രൊപ്പറൈറ്ററുടെ പേര് ഇതിൽ എഴുതാൻ പാടില്ല. പ്രൊപ്പറൈറ്റർ ഡ്രോയിങ്സ് എന്നുള്ള പേരിലാണ്, അതായത് പ്രൊപ്പറൈറ്റർ ക്യാപിറ്റലിൽ നിന്ന് പൈസ എടുത്തു എന്നുള്ള അസംഷനിൽ ഡ്രോയിങ്സ് എന്നുള്ള പേരിലാണ് ഇവിടെ ഡെബിറ്റ് ചെയ്യേണ്ടത്. ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെപ്റ്റർ. പേഴ്സണൽ യൂസിന് വിഡ്രോ ചെയ്ത പൈസ എപ്പോഴും ഡ്രോയിങ്സ് എന്നുള്ള പേരിൽ മാത്രമേ കാണിക്കാൻ പറ്റുള്ളൂ. ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക്. നെക്സ്റ്റ് പേയ്മെൻറ്റ് ബൈ ചെക്ക് ടു എ ക്രെഡിറ്റർ. ക്രെഡിറ്റർ എന്ന് പറഞ്ഞാൽ ബിസിനസ് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് പൈസ കൊടുക്കാനുണ്ടെങ്കിൽ അതാണ് ക്രെഡിറ്റർ. അപ്പം ചെക്കാണ്. ബൈ ചെക്ക് എന്ന് പറഞ്ഞാൽ ചെക്ക് കൊടുത്തു. ക്രെഡിറ്ററുടെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അജിത്ത്. അജിത്ത് എന്ന് പറഞ്ഞ ക്രെഡിറ്റർക്ക് ബിസിനസ്സുമായിട്ട് ഡീൽ ചെയ്യുന്ന വ്യക്തിയായിരിക്കും. ചെക്ക് കൊടുത്തു. അപ്പം അജിത്തിനാണ് കിട്ടിയത്. ചെക്ക് കിട്ടിയത് അജിത്തിനാണ്. അപ്പോൾ അജിത്ത് ഒരു അക്കൗണ്ടാണ്. അപ്പം ചെക്ക് പൈസക്ക് പകരമാണ്, ക്യാഷായിട്ട് കൊടുക്കുന്നതിന് പകരമാണ് ചെക്ക് കൊടുത്തത്. അപ്പം ചെക്ക് വരുമ്പം ബാങ്കാണ് നമ്മൾ പറയേണ്ടത്. അപ്പം അജിത്തിന് കൊടുത്തു, അജിത്തിന് കിട്ടി, ബാങ്കാണ് കൊടുത്തത്. അപ്പം ബാങ്കല്ല, ചെക്കായിട്ടാണ് കൊടുത്തത്. അപ്പം അജിത്തിന് കിട്ടിയത് കൊണ്ട് അജിത്ത് അക്കൗണ്ട് ഡെപ്റ്റർ. ചെക്കാണ് കൊടുത്തത്, ബിസിനസ്സിന് പോയത് ചെക്കാണ്. അപ്പം ബാങ്ക്. പോകുന്നത് ക്രെഡിറ്റ് ചെയ്യാം. അപ്പം ബാങ്കാണ് കൊടുക്കേണ്ടത് അജിത്തിന് പൈസ. ദെൻ പേയ്മെൻറ്റ് ബൈ ഡ്രാഫ്റ്റ് ടു എ ക്രെഡിറ്റർ. ഇവിടെ ചെക്കാണ് കൊടുത്തത് ഒരു ക്രെഡിറ്റർക്ക്. അജിത്ത് എന്ന് പറഞ്ഞ ക്രെഡിറ്റർക്ക് ചെക്ക് കൊടുത്തു. ഇവിടെ വിനോദ് എന്ന് പറഞ്ഞ ക്രെഡിറ്റർക്ക് ഡ്രാഫ്റ്റ് കൊടുത്തു. ഡ്രാഫ്റ്റ് കൊടുത്താൽ അതിൽ ഡ്രാഫ്റ്റ് എടുക്കുമ്പം ബാങ്ക് അതിന് ചാർജ് ചുമത്തും. അപ്പോൾ അങ്ങനെ വരുമ്പം ബാങ്ക് ചാർജസും കൂടി ഈ ജേണൽ എൻട്രിയിൽ ഉൾപ്പെടുത്തണം. ക്വസ്റ്റ്യനിലൊന്നും ട്രാൻസാക്ഷനിൽ തന്നിട്ടില്ലെങ്കിലും നമ്മൾ ആ ബാങ്ക് ചാർജസ് അതിൽ ഉൾപ്പെടുത്തണം. ബാങ്ക് ചാർജസ് എക്സ്പെൻസ് ആണ്, നോമിനൽ അക്കൗണ്ടാണ്, എല്ലാ എക്സ്പെൻസും ഡെബിറ്റ് ചെയ്യാൻ വേണ്ടത്. അപ്പോൾ വിനോദിനാണ് ഡ്രാഫ്റ്റ് കൊടുത്തത്. അപ്പോൾ വിനോദിന് കിട്ടിയത് കൊണ്ട് വിനോദ് അക്കൗണ്ട് ഡെപ്റ്റർ. പിന്നെ ഇതിലൊരു ഒളിഞ്ഞിരിക്കുന്ന എക്സ്പെൻസ് ഉണ്ട്, ബാങ്ക് ചാർജസ്. ബാങ്ക് ചാർജസ് അക്കൗണ്ട് ഡെപ്റ്റർ. ഡ്രാഫ്റ്റിനാണത്, ചെക്കിനില്ല. ഡെപ്റ്റർ ടു ബാങ്ക്. അടുത്തത് ചെക്ക് ഓർ ഡ്രാഫ്റ്റ് റിസീവ്ഡ് ഫ്രം അഖിൽ ഡെപ്റ്റർ. ഡെപ്റ്റർ എന്ന് പറഞ്ഞാൽ ബിസിനസ്സിലേക്ക് പൈസ കടം ആയിട്ട് ബിസിനസ്സിന് പൈസ തരാനുള്ള വ്യക്തി. അപ്പം കടത്തിന് സാധനങ്ങൾ വിറ്റാൽ പൈസ തരാനുണ്ടാവുമായിരിക്കുമല്ലോ. അപ്പോൾ അഖിൽ എന്ന് പറഞ്ഞ ഡെപ്റ്ററിൻ്റെ അടുത്ത് ചെക്ക് അല്ലെങ്കിൽ ഡ്രാഫ്റ്റ് കിട്ടുന്നു. ആൻഡ് ഡെപ്പോസിറ്റ് ഇൻ ടു ബാങ്ക് ദ സെയിം ഡേ. അതേ ദിവസം തന്നെ അത് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതായത് അഖിൽ എന്ന് പറഞ്ഞ വ്യക്തിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയ ചെക്ക് അതേ ദിവസം ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പം ജേണൽ എൻട്രി വരുന്നത് ബാങ്കിനാണ് കിട്ടിയത്. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു അഖിൽ. അഖിൽ, അതായത് അഖിലാണ് കൊടുത്തത്, അഖിലാണ് ചെക്ക് കൊടുത്തത്.
രണ്ടും പേഴ്സണൽ അക്കൗണ്ട് ആയതുകൊണ്ട് ഡെബിറ്റ് ദ റിസീവർ ആൻഡ് ക്രെഡിറ്റ് ദ ഗിവർ. ബാങ്കിന് കിട്ടി, അഖിൽ കൊടുത്തു. ഇനി ചെക്ക് ഓർ ഡ്രാഫ്റ്റ് റിസീവ്ഡ് ഫ്രം എ ഡെപ്റ്റർ ആൻഡ് നോട്ട് ഡെപ്പോസിറ്റഡ് ഇൻ ദ ബാങ്ക് ഓൺ ദ സെയിം ഡേ. അതായത് ഡെപ്റ്റർ അരുൺ പേരാ ഇവിടെ കൊടുത്തുള്ളത്. അരുൺ എന്ന് പറഞ്ഞ ഡെപ്റ്റർ എടുത്ത് ചെക്ക് അല്ലെങ്കിൽ ഡ്രാഫ്റ്റ് കിട്ടി, പക്ഷെ അത് ഡെപ്പോസിറ്റ് ബാങ്കിൽ അതേ ദിവസം ഡെപ്പോസിറ്റ് ചെയ്തിട്ടില്ല. ഇവിടെ സെയിം ഡേ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്, ഇവിടെ സെയിം ഡേ ഡെപ്പോസിറ്റ് ചെയ്തിട്ടില്ല. സെയിം ഡേ ഡെപ്പോസിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ബിസിനസ്സിന് ക്യാഷ് കിട്ടിയതായി, അതായത് ആ കടക്കാരൻ്റെ അടുത്ത് നിന്ന്, അരുൺ എന്ന് പറഞ്ഞ കടക്കാരൻ്റെ അടുത്ത് നിന്ന് ഡെപ്റ്റർ എടുത്ത് പൈസ കിട്ടിയതായി കണക്കാക്കി ജേണൽ എൻട്രി എഴുതണം. ക്യാഷ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ജേണൽ എൻട്രി എഴുതേണ്ടത്. കാരണം ഇവിടെ ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു അരുൺ. അരുൺ എന്ന് പറഞ്ഞ ഡെപ്റ്റർ അടുത്ത് നിന്നാണ് ചെക്ക് കിട്ടിയത്. ഇനി ഈ ചിലപ്പം ഈ ഡെപ്പോസിറ്റ് ചെയ്തത് തന്നെ, ഈ കിട്ടിയ ചെക്ക് ബിസിനസ്സിന്റെ കയ്യിലാണ് ഇപ്പോൾ ഉള്ളത്. അത് ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുമ്പം ജേണൽ എൻട്രി ഇതുപോലെ വരും. ബാങ്കിലേക്ക് അത് ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്നാ വരിക. കാരണം ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു അരുൺ, പിന്നെ വേറൊരു ദിവസം ഡെപ്പോസിറ്റ് ചെയ്യുമ്പം ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു അരുൺ എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പാടില്ല. അതേ ദിവസം ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. ഡെപ്പോസിറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു അരുൺ. സെയിം ഡേ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു അരുൺ. വേറൊരു ദിവസം ഈ ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്നാ പറയാം. ഈ അരുണിനെ പാടില്ല അതിൽ. ഇനി ഡെപ്പോസിറ്റ് ചെക്ക് ഡിസോണേഡ്. അഖിലിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയ ചെക്ക്, അതായത് അഖിൽ ഇവിടെ മേലെ പാട്ടുള്ളതാ, ഒരു ഡെപ്റ്ററാണ് അഖിൽ. ഈ അഖിലിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയ ചെക്ക് ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ ഡെപ്പോസിറ്റ് ചെയ്ത ചെക്ക് ഡിസോണറായി എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് ക്യാഷ് കിട്ടുന്നില്ല. ബാങ്കിലേക്ക് ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്താൽ നമുക്ക് അതിൻ്റെ പൈസ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരണം, അല്ലെങ്കിൽ കയ്യിൽ ക്യാഷ് ആയിട്ട് തരണം. അപ്പോൾ അത് കിട്ടുന്നില്ല, അക്കൗണ്ടിലേക്ക് വരുക സാധാരണ ചെയ്യുക. അപ്പോൾ അങ്ങനെ വരുന്നില്ല, ചെക്ക് ഡിസോണറായി എന്ന് പറഞ്ഞാൽ ചെക്കിൽ നിന്ന് ക്യാഷ് കിട്ടിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഈ അഖില് വീണ്ടും ബിസിനസ്സിന് ഡെപ്റ്ററായിട്ട് വരും. കാരണം ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിലും അത് ബാങ്കിൽ നിന്ന് ഡിസോണറായി, അതുകൊണ്ട് അഖിൽ വീണ്ടും ഒരു കടക്കാരനായി. അപ്പോൾ അഖിൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക്. ഇതിൻ്റെ നേരെ റിവേഴ്സ് എൻട്രി. ബാങ്കിനാണ് ചെക്ക് ഡിസോണർ ആയതുകൊണ്ട് ബാങ്കിൻ്റെ പേരാണ് കൊടുക്കേണ്ടത്. ദെൻ ഇൻട്രസ്റ്റ് ചാർജ്ഡ് ബൈ ബാങ്ക് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നു. നമുക്ക് പലിശ ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ നമ്മൾ പലിശ കൊടുക്കേണ്ടതായിട്ട് വരും. ലോണിനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിരിക്കും. അപ്പോൾ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ചിലവാണ്, ബിസിനസ്സിന് ചിലവാണ്. എല്ലാ എക്സ്പെൻസും നോമിനൽ അക്കൗണ്ടാണ്, എല്ലാ എക്സ്പെൻസും ഡെബിറ്റ് ചെയ്യും വേണം. അപ്പോൾ ഇൻട്രസ്റ്റ് ചാർജ്ഡ് ബൈ ബാങ്ക് എന്ന് പറഞ്ഞാൽ ജേണൽ എൻട്രി വരിക. ഇവിടെ രണ്ട് അക്കൗണ്ട് ഇൻട്രസ്റ്റും ബാങ്കും ആണ്. അപ്പോൾ ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ആയതുകൊണ്ട് ബാങ്ക് ഇൻട്രസ്റ്റ് ഒന്നും എഴുതാം, അല്ലെങ്കിൽ വെറും ഇൻട്രസ്റ്റ് ഒന്നും എഴുതാം. ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക്. നെക്സ്റ്റ് ഇൻട്രസ്റ്റ് അലൗഡ് ബൈ ബാങ്ക്. ഇൻട്രസ്റ്റ് അലൗഡ് ബൈ ബാങ്ക് എന്ന് പറഞ്ഞാൽ ബാങ്ക് നമുക്ക് ഇൻട്രസ്റ്റ് തരുന്നത്. ബാങ്ക് ഇൻട്രസ്റ്റ് അനുവദിക്കുക എന്ന് പറയുമ്പോൾ ഏതിനാ ബാങ്ക് ഇൻട്രസ്റ്റ് അനുവദിക്കുക? ഡെപ്പോസിറ്റ്, നമ്മൾ പൈസ ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ ആ നിക്ഷേപത്തിനാണ് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുക, ബാങ്ക് അനുവദിക്കുന്നതായിട്ട്. ബാങ്ക് അനുവദിക്കുക എന്ന് പറയുമ്പോൾ ബിസിനസ്സിലേക്ക് കിട്ടുക. അപ്പോൾ ഇവിടെ ഇൻട്രസ്റ്റ് റിസീവ്ഡാണ് വരിക. ഇവിടെ ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ആയിട്ടാണ് വരുന്നത്, ബാങ്ക് ചാർജ് ചെയ്യുന്നത് കൊണ്ട്. ചാർജ് ചെയ്യുമ്പം അത് എക്സ്പെൻസ് ആണ്. അലൗഡ് ബൈ ബാങ്ക് എന്ന് പറഞ്ഞാൽ ബാങ്കിൻ്റെ അടുത്ത് നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നതാണ്, ബിസിനസ്സിലേക്ക് കിട്ടുന്നതാണ്. അതപ്പോൾ ഇൻകം ആയിരിക്കും. ഇൻട്രസ്റ്റ് റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ ഇൻകം എന്ന് പറഞ്ഞാൽ നോമിനൽ അക്കൗണ്ടാണ്. നോമിനൽ അക്കൗണ്ടിൻ്റെ റൂള് ഓൾ എക്സ്പെൻസ് ആർ ഡെബിറ്റഡ് ആൻഡ് ഓൾ ഇൻകം ക്രെഡിറ്റ് ചെയ്യാൻ വേണ്ടത്. അപ്പോൾ ഇവിടെ വരുന്ന ജേണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ഇൻട്രസ്റ്റ് റിസീവ്ഡ്. ഇൻട്രസ്റ്റ് റിസീവ്ഡ് അക്കൗണ്ട്.
ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇൻട്രസ്റ്റ് റിസീവ്ഡ് അക്കൗണ്ട്. നെക്സ്റ്റ് റീപേയ്മെൻറ്റ് ഓഫ് ബാങ്ക് ലോൺ ഇൻ ക്യാഷ്. അപ്പോൾ റീപേയ്മെൻറ്റ് ഓഫ് ബാങ്ക് ലോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ലോണ് ബാങ്കിൽ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചടക്കണമല്ലോ. ആ തിരിച്ചടക്കുന്നതിനാണ് റീപേയ്മെൻറ്റ് എന്ന് പറയാം. അപ്പോൾ റീപേയ്മെൻറ്റ് ഓഫ് ബാങ്ക് ലോൺ ഇൻ ക്യാഷ് എന്ന് പറയുമ്പോൾ ബാങ്ക് ലോൺ ഇവിടെ വരുന്ന 2 അക്കൗണ്ടുകൾ ഏതെല്ലാമെന്ന് ആദ്യം നോക്കണം. ഒന്ന് ബാങ്ക് ലോണും ഒന്ന് ക്യാഷും. അപ്പം ബാങ്ക് ലോൺ തിരിച്ചടക്കുമ്പോൾ ജേർണൽ എൻട്രി ബാങ്ക് ലോൺ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. എന്താണ് ബിസിനസ് നിന്ന് പോകുന്നത്? ക്യാഷ് ആണ് പോകുന്നത്. അപ്പം ബാങ്ക് ലോൺ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. നെക്സ്റ്റ് ഇത് ക്യാഷ് ആയിട്ട് കൊടുക്കുന്നത് കൊണ്ടാണ് ക്യാഷ് ഇട്ടത്. നെക്സ്റ്റ് റീപേയ്മെൻറ്റ് ഓഫ് ബാങ്ക് ലോൺ ബൈ ചെക്ക്. ചെക്കായി, അതായത് ബാങ്ക് ലോൺ ചെക്കായിട്ട് കൊടുക്കുകയാണെങ്കിൽ തിരിച്ചടക്കുന്ന ബാങ്ക് ലോൺ തിരിച്ചടപ്പാണ്, അത് ചെക്കായിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ ജേർണൽ എൻട്രി വരുന്നത് ബാങ്ക് ലോൺ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക്. അടുത്തത് ട്രാൻസ്ഫർ ഓഫ് ഫണ്ട് ഫ്രം വൺ ബാങ്ക് ടു അനദർ. ഫണ്ട് ഒരു ബാങ്കിൽ നിന്ന് മറ്റൊരു ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഫ്രം SBI ടു കാനറ ബാങ്ക്. SBIയിൽ നിന്ന് കാനറ ബാങ്കിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ ഏത് ബാങ്കിനാണ് കിട്ടുന്നത്? കാനറ ബാങ്കിനാണ് കിട്ടുന്നത്. സ്റ്റേറ്റ് ബാങ്ക് SBIയിൽ നിന്ന് കാനറ ബാങ്കിലേക്ക് പോകുമ്പോൾ കാനറ ബാങ്കിൽ നിന്നാണ് കിട്ടുന്നത് ഡെബിറ്റ് ദ റിസീവർ. കാനറ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഏത് ബാങ്കാ? SBI. അപ്പം ഇത്രയാണ് ജേർണൽ എൻട്രി. നമ്മളപ്പോൾ മനസ്സിലാക്കേണ്ടത് ചെക്ക് കിട്ടി ചെക്ക് ആയിട്ട് വരുമ്പോൾ നമ്മളത് ബാങ്കായിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. പക്ഷേ കിട്ടിയ ചെക്ക് അതേ ദിവസം തന്നെ ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ആ കിട്ടിയ ചെക്ക് നമ്മൾ ജേർണൽ എൻട്രി എഴുതുമ്പം ബാങ്ക് എന്ന് മറ്റും കാണിക്കാൻ പാടില്ല, ക്യാഷ് എന്ന് പറഞ്ഞിട്ടായിട്ടാണ്. അതായത് ചെക്ക് കിട്ടിയതായിട്ടുള്ളത് അതേ ദിവസം ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ബാങ്കായിട്ട് കാണിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ക്യാഷ് ആയിട്ടാണ് കാണിക്കുന്നത്. വേറൊരു ദിവസമാണ് ബാങ്കിലേക്ക് ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ക്യാഷ് ആയിട്ടാണ് കാണിക്കേണ്ടത്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, ബൈ.